ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ തിരക്ക് നിയന്ത്രിച്ച ജീവനക്കാരനെ ഗുണ്ടാ സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ അത്തിക്കോട്ട് പരേതനായ സുബ്രഹ്മണ്യന്റെ ഭാര്യ 68 വയസ്സുള്ള ഗീത, മകൻ 46 വയസ്സുള്ള സുമേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. യാതൊരു കാരണവുമില്ലാതെ സംഘം ചേർന്ന് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും കിടന്നുറങ്ങുകയായിരുന്ന മകനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ഗീത പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന എൻ്റെ മകനെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി വിശാലും അവൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണനും മറ്റ് 3-4 പേരും കൂടി വലിച്ചിട്ട് ഇടിക്കുന്നത് കണ്ട് കൊച്ചുകുട്ടികൾ നിലവിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ മകനെ ഇടിക്കുന്നത് കണ്ട് ഞാൻ തടഞ്ഞ സമയത്ത് ഗോപാലകൃഷ്ണൻ എന്നെ ഒന്ന് ചവിട്ടി കയറിപ്പിച്ച് താഴത്തിടുകയും എന്നെ അനാവശ്യം വിളിച്ച് പറയുകയും അസഭ്യം പറയുകയും ചെയ്തു. അതിന് ശേഷം അയാളുടെ മകൻ എന്നെ ഒന്നിച്ച് പിടിച്ചു നിർത്തി എൻ്റെ മാക്സിയൊക്കെ പിടിച്ച് വലിച്ച് കീറി എൻ്റെ മുഖത്ത് ഇടിച്ചു. എൻ്റെ മകനെ ഇടിക്കാൻ ചെന്നപ്പോൾ ഞാൻ തടഞ്ഞ സമയത്ത് അവൻ എൻ്റെ മുഖത്ത് ഇടിച്ചു. മകനെ തല്ലുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഗോപാലകൃഷ്ണനും മകൻ വിശാലും തന്നെ മർദ്ദിക്കുകയും വസ്ത്രം കീറി അപമാനിച്ചതായും ഗീത പറഞ്ഞു. മകന്റെ ജോലി കളയുമെന്നും വഴിയിൽ വെച്ച് ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി ഇവർ പറയുന്നു. വൈശാഖ മാസമായതിനാൽ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിച്ചതാണെന്നും ഗോപാലകൃഷ്ണൻ പറയുന്ന മറ്റു കാര്യങ്ങൾ ശരിയല്ലെന്നും CCTV ദൃശ്യം ഇതിന് തെളിവാണെന്നും സുമേഷ് പറഞ്ഞു. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഫാക്ട്, ഗുരുവായൂർ.